വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അത്താഴത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ചിലവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തയ്യാറാക്കി കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കും നോക്കാം. ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പഴമാണ്. ഞാനിവിടെ ചിക്കൂട്ട എന്ന് പറയുന്ന പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാലിപ്പൂവൻ പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുത്താലും മതി. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഴം ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. മിക്സിയിലിട്ടൊന്ന് അടിക്കരുത്. ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇത്തിരിയൊക്കെ കടിക്കാനായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ലിറ്ററിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് പിസ്ത ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ കുറച്ച് നിലക്കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ കാഷ്യൂനട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേക അളവില്ല. ഇതാണ് നിർബന്ധവുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഴം ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അത്താഴത്തിന് വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഞാൻ മക്കൾക്കൊക്കെ അധികം ഇതാണ് കൊടുക്കുന്നത്. അവർക്ക് ഇതാകുമ്പോൾ കുടിക്കാനും ഇഷ്ടമാണ്. പെട്ടെന്ന് കുടിച്ച് പോയി കിടന്നുറങ്ങാമല്ലോ. ഇത് അത്താഴത്തിന് എണീറ്റാൽ ചോറ് കഴിക്കാനോ അതല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡ്രിങ്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും കുടിക്കും. അപ്പോൾ ഇതാണ് നല്ല ഫില്ലിങ്ങാണ്. നല്ല പഴം അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു വയറിന് നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നമുക്ക് അത്താഴത്തിന് മാത്രമല്ല നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ തയ്യാറാക്കി കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.